ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഡിഫറൻറ്റ് ടോക്കണുകളെ പറ്റിയാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് C++ൻ്റെ ഡാറ്റ ടൈപ്പുകളാണ്. ഡാറ്റ ടൈപ്സ് പ്ലസ് വണ്ണിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഡാറ്റ ടൈപ്പുകളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. റിവ്യൂ എന്ന ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഒന്നും കൂടി റിവ്യൂ ചെയ്യുന്നു. അതിൽ എന്താണ് ഡാറ്റ ടൈപ്സ്? Data types are the means to identify the types of data and associated operations handling these data. So the data types are the means to identify the type of data and a set of operations associated with it. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഡാറ്റ ടൈപ്പുകളാണ്. ഡാറ്റ ടൈപ്പ് അതുപോലെ C++ലും അതിൻ്റെ ഡാറ്റകളെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡിഫറൻറ്റ് ഡാറ്റ ടൈപ്സുകൾ യൂസ് ചെയ്യുന്നു. ഇൻ C++, ഡാറ്റ ടൈപ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 3. Number 1, data types are broadly classified into 3 fundamental data types. Fundamental data type, derived data type. Fundamental data type, derived data type. Derived data types and user defined data types. C++ലെ ഡാറ്റ ടൈപ്പുകളെ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ്, derived data type and user defined data types. ഇങ്ങനെ ഡാറ്റ ടൈപ്പുകളെ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 3. Then first part, fundamental data types. Fundamental data types in C++, fundamental data types are further classified into number 1, int, float, double, void, char. These are the 5 fundamental data types in C++. These are the 5 fundamental data types in C++. Number first, our details plus 1 ൽ പഠിച്ചാണ്. ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ. The keyword, all these are keywords in C++. ടോക്കണുകളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കീവേഡുകളെ പറ്റി പറഞ്ഞു. രണ്ടും ഈ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ഇൻഡ് എന്ന കീവേഡ്. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ C++ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് എന്ന കീവേഡ്. ദെൻ ഡബിൾ പ്രിസിഷൻ ഡാറ്റ ടൈപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡബിൾ ഡാറ്റ ടൈപ്പും, ഓയിഡ് ഓർ എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓയിഡ് എന്ന ഡാറ്റ ടൈപ്പും, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചാർ അല്ലെങ്കിൽ ക്യാർ എന്ന് പറയുന്ന ചാർ എന്ന കീവേഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. ദീസ് ആർ ദ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. ഒന്ന് ഫസ്റ്റ് ഇൻറ്റിജർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ എന്താണെന്ന് പറഞ്ഞു. ഇൻറ്റിജർ നമ്പർ വിത്തൗട്ട് ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻ ഇല്ലാത്ത വാല്യൂവിനെ ആണ് നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഈ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. C++ GCC ജീനി കണക്ഷൻ കമ്പൈലറിൽ 4 ബൈറ്റ് മെമ്മറിയാണ് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റയെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി C++ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ. അത് ഇൻഡ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് എന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ ആൾസോ കൺസ്യൂം 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി. 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി തന്നെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡബിൾ പ്രിസിഷൻ വാല്യൂ. ഡബിൾ പ്രിസിഷൻ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി C++ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ്. നമ്മൾ C++ന്റെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ആക്യുറേറ്റ് ആയ വാല്യൂ സയന്റിഫിക് കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ ഡബിൾ പ്രിസിഷൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് C++ ഉണ്ട് എന്നറിയുക. ഡബിൾ പ്രിസിഷൻ ഡാറ്റ ടൈപ്പാണ് ഡബിൾ എന്ന കീവേഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ കൺസ്യൂം 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി. 8 ബൈറ്റ്സ് മെമ്മറി കൺസ്യൂം ചെയ്യുന്നതാണ് ഡബിൾ ഡാറ്റ ടൈപ്പ്. ദെൻ ഓയിഡ്
എന്ന് പറഞ്ഞാൽ എം ഡി സെറ്റ് ഓഫ് വാല്യൂസ്. എം ഡി സെറ്റ് ഓഫ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് എല്ലാം നമ്മൾ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ തൽക്കാലം വോയിഡ് എന്ന് പറഞ്ഞാൽ എം ഡി സെറ്റ് ഓഫ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് C++ലെ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ചാർ, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചാർ ഡാറ്റ ടൈപ്പ്. ഇറ്റ് വിൽ കൺസ്യൂം വൺ ബൈറ്റ് പെർ ക്യാരക്ടർ. 1 byte per character. ഒരു ബൈറ്റ്, ഒരു ക്യാരക്ടറിന് 1 ബൈറ്റ് എന്ന രീതിയിൽ ഡാറ്റ കൺസ്യൂം ചെയ്യുന്നതാണ് ചാർ ടൈപ്പ് ഡാറ്റ. ഇറ്റ് വിൽ കൺസ്യൂം 1 byte per character. These are the 5 fundamental data types in C++. ഇതിന്റെ ആപ്ലിക്കേഷൻസ് യൂസും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ +1 പഠിച്ചതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇതിന്റെ ബൈറ്റ്സ്, മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ബൈറ്റ്സ്, അപ്പം ഒരിക്കൽ പരിശോധിച്ചിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പം ഫസ്റ്റ് 0 1 4 4 8. അപ്പം മെമ്മറി കൺസ്യൂം ചെയ്യുന്നതിന്റെ ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതുക. അപ്പം ഇത്രയുമാണ് C++. These are the 5 fundamental data types. ഇത് 5ഉം C++ ഉപയോഗിക്കുന്ന കീവേഡുകളാണ് ടു റെപ്രസെന്റ് ദീസ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് derived data types. Derived data types means these data are derived from fundamental data types. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളാണ് നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് അറേസ്. അറേസ് എന്താണെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അറേസ്, ഫങ്ഷൻസ്, പോയിന്റേഴ്സ് എക്സെട്ര ആർ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഇതിലൊക്കെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. ഡീറ്റെയിൽസ് ആയിട്ട് അറേസും ഫങ്ഷൻസും എന്താണെന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. The next user defined data type. User can define its own data types. Userന് ഡാറ്റ ടൈപ്പുകൾ ഡിഫൈൻ ചെയ്യാം. User can define their own data types. അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളാണ് സ്ട്രക്ചർ, ക്ലാസ്, യൂണിയൻ, ക്ലാസ്, യൂണിയൻ, സ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രക്ട് എന്ന കീവേഡാണ്. സ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ച് സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യും. ദെൻ ക്ലാസ്, യൂണിയൻ, എന്യൂമറേഷൻ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. നമ്മൾ +2 കൊമേഴ്സിന്റെ സ്കോപ്പിനകത്ത് വരുന്നതല്ല ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളെ പറ്റി. ഇതിന്റെ എക്സാമ്പിൾസ് ആൻഡ് നെയിം മാത്രം അറിഞ്ഞാൽ മതി. അപ്പം ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡാറ്റ ടൈപ്സ്. Data types in C++ are broadly classified into fundamental data types, derived data types and user defined data types. Fundamental data types integer type data represent int, floating point value represent float എന്ന data type, double precision value represent double എന്ന keyword ഉപയോഗിച്ച് represent ചെയ്യുന്ന data, or empty set of values that we will study in detail in the chapter functions. തേർഡ് ചാപ്റ്റർ ഫങ്ഷൻസ് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ചാർ, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ചാർ ഡാറ്റ ടൈപ്പ്. ദീസ് ആർ ദ ഡാറ്റ ടൈപ്സ് ഇൻ C++. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ടൈപ്പ് മോഡിഫയറുകളാണ്. C++ലെ ഓക്കെ മാറ്റിയാണ് ഇത്. C++ലെ ടൈപ്പ് മോഡിഫയറുകളാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. C++ലെ ടൈപ്പ് മോഡിഫയറുകൾ. ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണ്? ടൈപ്പ് മോഡിഫയറുകൾ. Type modifiers are used to modify the size of memory space and range of data supported by C++. അപ്പോൾ C++നകത്ത് ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പുകളുടെ റേഞ്ച് ഓഫ് വാല്യൂസിനെയും സൈസിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ടൈപ്പ് മോഡിഫയർ ഉപയോഗിക്കുന്നത്. ടൈപ്പ് മോഡിഫയേഴ്സ്. But type modifiers are used to modify the size of memory space and range of values. അപ്പോൾ റേഞ്ച് ഓഫ് വാല്യൂസിനെയും മെമ്മറി സ്പേസിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി C++ ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് മോഡിഫയർ. പ്രധാനമായിട്ടും C++ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയറുകൾ ഒന്ന് ഷോർട്ട്, രണ്ട് ലോങ്, these are the keywords, 3 signed and 4 unsigned.
unsigned. These are the 4 type modifiers in C++. These are the 4 type modifiers in C++. Short, long, signed and unsigned. അപ്പോൾ നമ്മൾ പറഞ്ഞു type modifiers are used to modify the range of values and size of memory. അപ്പോൾ integer type value നമുക്കറിയാം, integer type value will consume 4 bytes of memory. ഈ integer type values range എന്ന് പറഞ്ഞാൽ കോടികൾ വരെ ഉള്ള വാല്യൂസ് നമുക്ക് integer type values റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും റേഞ്ച് ഓഫ് വാല്യൂസ് ഇല്ല, അതിൽ കുറച്ച് റേഞ്ച്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് ഏജ് ആണ്. നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് ഏജ് ആണെങ്കിൽ നമുക്കറിയാം ഏജ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര വാല്യൂ വരെ വരും എന്ന് നമുക്കറിയാം. ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തുള്ള വാല്യൂ മാക്സിമം 100, 150, 120 മാക്സിമം അത്ര വരും. അപ്പം ഈ പറഞ്ഞ 3 ഡിജിറ്റ് കൂടുതൽ ഒരു വാല്യൂ വരുന്നില്ല. അപ്പോൾ ഇൻഡ് എന്ന ഡാറ്റ ടൈപ്പിന് അത്രയും സൈസ്, അത്രയും റേഞ്ച് അവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇൻഡിന് പകരം, ഇപ്പോൾ ഈ ഏജ് ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതെങ്കിൽ ഇൻഡിന് പകരം നമുക്ക് അതിനെ ഷോർട്ട് എന്ന കീവേഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഷോർട്ട് ഇൻഡ് എന്നോ അല്ലെങ്കിൽ വെറും ഷോർട്ട് എന്ന് മാത്രം കൊടുത്താലും അത് അതിൻ്റെ സൈസ് 2 ബൈറ്റ് മാത്രമേ കൺസ്യൂം ചെയ്യൂ ഷോർട്ട് ആകുമ്പോൾ. അതനുസരിച്ച് റേഞ്ച് ഓഫ് വാല്യൂസും വളരെ കുറച്ച്, അത്ര റേഞ്ച് ഓഫ് മാർക്ക് മതി. അതുപോലെ മാർക്ക്, ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാക്സിമം പരിധിയുണ്ട്. മാർക്ക് എന്ന വേരിയബിളിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് ആയാൽ പോലും 3 ഡിജിറ്റോ 4 ഡിജിറ്റോ അതിൽ കൂടുതൽ വാല്യൂ ഒരിക്കലും ആ മാർക്ക് എന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ടൈപ്പിനെ മോഡിഫൈ ചെയ്യാം. എക്സിസ്റ്റിംഗ് ടൈപ്പിനെ ഇപ്പോൾ ഇൻഡിജർ നമുക്ക് മോഡിഫൈ ചെയ്യാം, ഷോർട്ട് ഇൻഡ് എന്നാക്കാം. അതുപോലെ ലോങ് ഇൻഡ്, ആ റേഞ്ചിനേക്കാൾ കുറച്ചുകൂടി വലിയ വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ഇതിനെ ലോങ് ഇൻഡ് എന്നും അല്ലെങ്കിൽ ലോങ് എന്ന കീവേഡ് ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷോർട്ടും ലോങ്ങും. അതുപോലെ സൈൻഡ് ആൻഡ് അൺസൈൻഡ്. സാധാരണ റേഞ്ച് ഓഫ് വാല്യൂസ് പറയുമ്പോൾ മൈനസ് മുതൽ പ്ലസ് വരെയുള്ള റേഞ്ചാണ് പറയുന്നത്. മൈനസ് ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്ന കോടി എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ആ സൈൻ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 0 മുതലുള്ള വാല്യൂ മാത്രം സ്റ്റോർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അൺസൈൻഡ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇരട്ടി വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ -5 മുതൽ +5 വരെയുള്ള നമ്പറാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അത് സൈൻഡ് ആണ്. അൺസൈൻഡ് ആണെങ്കിൽ 0 മുതൽ 10 വരെ സ്റ്റോർ ചെയ്യാം. അത്രയും റേഞ്ച് 10 നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അൺസൈൻഡ് വാല്യൂ, സൈൻഡ് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അതിന് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ C+ ഉണ്ട്. അപ്പോൾ തൽക്കാലം ഈ ടൈപ്പ് മോഡിഫയറുകൾ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിനെ റേഞ്ച് ഓഫ് വാല്യൂസിനെയും അതിൻ്റെ സൈസ് ഓഫ് മെമ്മറിയെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് മോഡിഫയർസ് ഉപയോഗിക്കുന്നത്. C++ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടൈപ്പ് മോഡിഫയർ ആണുള്ളത്. ഷോർട്ട്, ലോങ്, signed and unsigned. These are the type modifiers in C++. Okay. Next, അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് expressions. എന്താണ് എക്സ്പ്രഷൻസ്? നമ്മൾ പ്ലസ് 1 നിന്ന് റിവ്യൂ ചെയ്താണ്. എക്സ്പ്രഷൻസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറാൻഡ്സ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. എക്സ്പ്രഷൻസ് ആർ കൺസിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എ സെറ്റ് ഓഫ് ഓപ്പറാൻഡ്സ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ഓപ്പറാൻഡുകളും ഓപ്പറേറ്ററുകളും ചേർന്നതിനാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. C++ എക്സ്പ്രഷൻസുകൾ പ്രധാനമായിട്ടും 3. നമ്പർ 1 അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. നമ്പർ 2 റിലേഷണൽ എക്സ്പ്രഷൻ. നമ്പർ 3 ലോജിക്കൽ എക്സ്പ്രഷൻ. C++ എക്സ്പ്രഷൻസിനെ പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസ് ചെയ്യാം. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. ഒന്ന് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനുകളാണ് നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ A+B ഈസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. A+B ഈസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഈ ഉപയോഗിക്കുന്ന ഇവ A+ എന്ന് പറയുന്നത് ഓപ്പറാൻഡ്, A and B are two, sorry, plus is an operator, A and B are two operands.
ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പറാൻഡിന്റെ ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസുകളെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്പർ 1 ഇൻഡിജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ്, integer expression, floating point expression and constant expression എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് a plus b എന്ന് പറയുന്നത് a and b, if a and b are two integer variables, a യും b യും രണ്ട് integer വേരിയബിൾ ആണെങ്കിൽ അതിനെ integer expressions എന്നും, a and b are of floating point value, then it is called floating point expression എന്നും. അപ്പോൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ ഇന്റിജർ എക്സ്പ്രഷൻസ് എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻസ് എന്നും ക്ലാസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കോൺസ്റ്റന്റുകളാണെങ്കിൽ 5 plus 10, ഇറ്റ്സ് ആൾസോ ആൻ എക്സ്പ്രഷൻ, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആണ്. പക്ഷേ ഇവിടെ രണ്ടും ഉപയോഗിച്ചിരിക്കുന്ന രണ്ടും കോൺസ്റ്റന്റുകൾ ആയതുകൊണ്ട് ഇതിനെ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്നും പറയും. അപ്പം ഇന്റിജർ എക്സ്പ്രഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആൻഡ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ, ഇങ്ങനെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഉപയോഗിക്കുന്ന ഓപ്പറാൻഡുകളുടെ ടൈപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് ഓപ്പറാൻഡും ഇന്റിജർ ആണെങ്കിൽ അത് ഇന്റിജർ എക്സ്പ്രഷൻസ് ആയിരിക്കും, രണ്ട് ഓപ്പറാൻഡും ഫ്ലോട്ട് ആണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആയിരിക്കും. ദെൻ രണ്ട് ഓപ്പറാൻഡ്സും കോൺസ്റ്റന്റ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ്. നെക്സ്റ്റ് റിലേഷണൽ എക്സ്പ്രഷൻ. റിലേഷണൽ എക്സ്പ്രഷൻസ് എന്താണ്? റിലേഷണൽ എക്സ്പ്രഷൻ. Relational expressions consist of numeric or character data as operands and they return true or false as outputs. So the relational expressions consist of numeric or character data. അപ്പോൾ ന്യൂമറിക്കോ ക്യാരക്ടറോ ഡാറ്റകൾ ഏത് വരാം? റിലേഷണൽ എക്സ്പ്രഷൻസിൽ വരാം. ഔട്ട്പുട്ട് എപ്പോഴും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ C++ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പ്രസന്റ് പഠിച്ചിട്ടുണ്ട്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു and not equal to. These are the relational operators in C++. Less than or equal to, greater than or equal to, not equal to. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസുകളെയാണ് റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ a ലെസ് ദാൻ b എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷനെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ക്യാരക്ടറോ ന്യൂമറിക്കോ ഒക്കെ വരാം. a ലെസ് ദാൻ 5 എന്ന് ഉപയോഗിക്കാം. ഇങ്ങനെ ഇത് ക്യാരക്ടറോ ന്യൂമറിക്കോ എന്ത് വാല്യൂ ആണെങ്കിലും നമുക്ക് ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ കൂടെ യൂസ് ചെയ്യാം. അതിനെ റിലേഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ് C++ ലോജിക്കൽ ഓപ്പറേറ്റർ നമുക്കറിയാം. C++ ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ആൻഡ്, ഓർ, നോട്ട്. These are the three different logical operators in C++. And, logical not, and logical or. These are the logical operators in C++. Logical expressions are relational expressions as operands. Relational expressions are and return true or false. അപ്പോൾ റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും ലോജിക്കൽ എക്സ്പ്രഷൻസിൽ ഓപ്പറാൻഡുകളായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ a ലെസ് ദാൻ b ആൻഡ് a ലെസ് ദാൻ c. ഹിയർ ഇത് ഒരു ഓപ്പറാൻഡ്, ഇത് സെക്കൻഡ് ഓപ്പറാൻഡ്. അപ്പം രണ്ട് ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻസിൽ ഓപ്പറാൻഡുകളായിട്ട് വരുന്നത് റിലേഷണൽ എക്സ്പ്രഷൻസിലായിരിക്കും. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് ആർ യൂസ് റിലേഷണൽ എക്സ്പ്രഷൻസ് ആസ് ഓപ്പറാൻഡുകളായിട്ട് റിലേഷണൽ എക്സ്പ്രഷൻസ്. ഈ ലോജിക്കൽ ആൻഡിന്റെ യൂസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് +1 പഠിച്ചതാണ്. ഈ ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ച് രണ്ട് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്താൽ
these compound conditions become true only when both the conditions are true. അപ്പോൾ ഇവിടെ a less than b എന്ന എക്സ്പ്രഷൻസ് ട്രൂ ആവണം, അതുപോലെ a less than c എന്ന റിലേഷണൽ എക്സ്പ്രഷൻസ് ട്രൂ ആയാൽ മാത്രമേ ഈ കോമ്പൗണ്ട് കണ്ടീഷൻ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്ന ഈ റിലേഷണൽ എക്സ്പ്രഷൻസ്, ഈ ലോജിക്കൽ എക്സ്പ്രഷൻസ് ട്രൂ ആവുകയുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് a less than b നമ്മൾ നേരത്തെ റിലേഷണൽ എക്സ്പ്രഷൻ പറഞ്ഞു. റിലേഷണൽ എക്സ്പ്രഷൻസ് ആൾസോ റിട്ടേൺസ് ട്രൂ ഓർ ഫാൾസ്. അപ്പോൾ a less than b എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുകിൽ a b യേക്കാൾ ചെറുതാണെങ്കിൽ റിട്ടേൺസ് ട്രൂ, ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ f റിട്ടേൺ ചെയ്യും, ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പം ലോജിക്കൽ എക്സ്പ്രഷൻസുകളിൽ റിലേഷണൽ എക്സ്പ്രഷൻസുകളാണ് ഓപ്പറാൻഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ആൻഡ് എന്ന റിലേഷണൽ എക്സ്പ്രഷൻസിൽ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുന്ന എക്സ്പ്രഷൻസിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആയാൽ മാത്രമേ ഈ കോമ്പൗണ്ട് കണ്ടീഷൻ ട്രൂ ആവും. അതായത് a less than b ആൻഡ് a less than c എന്ന് പറഞ്ഞാൽ a less than b ട്രൂ ആയിരിക്കണം, a less than c ട്രൂ ആയാൽ മാത്രമേ ഈ കോമ്പൗണ്ട് കണ്ടീഷൻ ട്രൂ ആവും. യൂസും എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ പ്രസന്റ് പഠിച്ചാണ്. ഇതാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ a less than b ഓർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, ഈ കോമ്പൗണ്ട് കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അതും നമ്മൾ പ്ലസ് 1 പഠിച്ചാണ്. ഈ ലോജിക്കൽ എക്സ്പ്രഷൻസുകളുടെ ഇംപ്ലിക്കേഷൻസും അതിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എല്ലാം നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ലോജിക്കൽ എക്സ്പ്രഷനുകളാണ്. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻസുകളിൽ എപ്പോഴും റിലേഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും ഓപ്പറാൻഡുകളായിട്ട് വരുന്നത്. അപ്പം ഇതാണ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. C++ലെ എക്സ്പ്രഷൻസുകൾ. ഈ എക്സ്പ്രഷൻസും അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പ്ലസ് 1 ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്ലസ് 1 C++ ടെക്സ്റ്റ് നല്ലവണ്ണം നോക്കി വായിച്ച് പഠിക്കുക. അതിലത്തെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. അത് നല്ലവണ്ണം പഠിക്കുക.